ദളിത് സമൂഹമാണെന്നുള്ളത് അടിച്ചമർത്തപ്പെട്ടിരിക്കുകയാണ്. ഒരു ജാതി വ്യവസ്ഥയുടെ ഒരു നേർക്കാഴ്ചയാണ് ചിത്രം. ഞാൻ ഡയറക്ടറോട് ചോദിച്ചു, ഈ ഒരു കഥാപാത്രം ഞാൻ ചെയ്യുമെന്ന് സിദ്ദീഖ് പറവൂർ എന്ന സംവിധായകന് അല്ലെങ്കിൽ ഷാജു വാൽപ്പൻ നിർമ്മാതാവിന് ഇതുണ്ടായിരുന്നു, കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. പക്ഷേ ഇതിനൊക്കെ സിനിമ ഒരു അഭിനിവേശം നടൻ ഉള്ളിലുണ്ട്. അത് ഈ പറയാൻ കാരണം ഡയറക്ടർ പലരെങ്കിലും ചോദിച്ചു, ഈ കലാകാരനെ എവിടെ ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു എന്ന് ചോദിച്ചു. താരബാഹുല്യമുള്ള പടത്തിൽ ചെയ്താലേ ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ. ചെറിയ ബാനറുകളിൽ നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആരും അറിഞ്ഞില്ല. എത്ര എന്താ മോഡേൺ ആയാലും, എത്ര എന്താ പറയുക ഹൈഫൈയിൽ ജീവിച്ചാലും, ഈ ഒരു താഴേക്കുള്ള തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഈ ജാതി അവർണൻ സവർണർ ആ ഒരു വിഭാഗ കാറ്റഗറി ഇപ്പോഴും ഉണ്ടെന്നാണ് തന്നെ വിശ്വാസം. നിഴൽ വ്യാപാരികളുടെ ടൈറ്റിൽ തന്നെ കറക്റ്റാണ്, നിഴൽ വ്യാപാരികൾ. 18 വർഷമായി മലയാള സിനിമാ രംഗത്ത് PRO ആയി പ്രവർത്തിക്കുന്ന ഷെജിൻ KV ഒരു നായകനായിട്ട് എത്തുകയാണ്. അദ്ദേഹം 10-15ഓളം സിനിമകൾ ചെയ്തെങ്കിൽ നായകനായിട്ട് ആദ്യമായിട്ട് നിഴൽ വ്യാപാരികൾ എന്ന സിനിമയിൽ, ഒരു സമാന്തര സിനിമയിൽ എത്തുകയാണ്. ആ സിനിമയെക്കുറിച്ചും അതിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. അപ്പം ഇതിൽ നിഴൽ വ്യാപാരികൾ എന്നാണ് പടത്തിൻ്റെ പേര്. 2 ചിത്രങ്ങളാണ് സിദ്ദീഖ് പറവൂരും ഷാജു വാലപ്പനും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത്. നിർമ്മാതാവും സംവിധായകരുമാണ്. അപ്പോൾ അവർ നിഴൽ വ്യാപാരി 2, ഒന്ന് സാലിഹ്, ആ കഥയിൽ ഞാനില്ല. ഞാൻ ചെയ്ത നിഴൽ വ്യാപാരികൾ എന്ന ചിത്രത്തിലാണ്. ശരിക്കും ഒരുപാട് മനോവ്യാപാരങ്ങൾ ഉള്ളിലൊതുക്കിയ ഒരു എന്താ പറയുക, ഒരു മനുഷ്യൻ എന്ന് പറയാം, ഒരു പച്ചയായ മനുഷ്യൻ, ഒരു ദളിത് സമൂഹത്തെ പ്രതിദാനം ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. ഒരുപാട് യാതനകൾ ഉള്ളിലൊതുക്കി, തീവ്രമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്ന, അപ്പോൾ അടിച്ചമർത്തപ്പെട്ടൊരു മനുഷ്യൻ്റെ കഥയാണ്. ഇയാളെക്കുറിച്ച് അന്വേഷിച്ച് ഈ കഥാപാത്രം കേട്ട് കഴിഞ്ഞപ്പോൾ സതീശൻ ഫുഡ് ഇൻസ്പെക്ടർ, ഈ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഷെജിൻ എന്ന് പറഞ്ഞാൽ PRO ആ വ്യക്തിയല്ല. കാര്യം എൻ്റെ ക്യാരക്ടർ ഞാനും സൗമ്യനായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു ക്യാരക്ടർ അയാൾ എഴുതുന്ന ടെസ്റ്റുകളിലും PSCയിലും എല്ലാം ഉന്നതതലത്തിലെത്തും. എവിടെയും ടോപ്പ് റാങ്കാണ്. അയാൾ ഏത് ഉദ്യമം എടുത്താലും അയാൾ ഒന്നിനൊന്നും മെച്ചപ്പെട്ട് 100 പടിയിൽ നിൽക്കുന്നത് അയാളുടെ എഫർട്ട്. അപ്പോൾ ആ ഫുഡ് ഇൻസ്പെക്ടറായിട്ട് ഇദ്ദേഹം ചാർജ് എടുക്കുമ്പോൾ തന്നെ അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നത് പലതും. അപ്പം അത്ര സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ. പക്ഷേ അംബേദ്കർ പോലുള്ള പൂർവികന്മാർ ലെജൻസുകൾ അനുഭവിച്ച യാതനകൾ ഈ ചിത്രത്തിലൂടെ കാണിക്കുന്നുണ്ട്, ഈ ഒരു ക്യാരക്ടറിലൂടെ. കാര്യം ഏത് ഉന്നത തലത്തിൽ എത്തിയാലും ഇദ്ദേഹത്തെ തിരസ്കരിക്കപ്പെട്ടതായിട്ട് കാണുന്ന ഒരു ദളിത് സമൂഹമാണെന്നുള്ളത് അടിച്ചമർത്തപ്പെട്ടിരിക്കുകയാണ്. ഒരു ജാതി വ്യവസ്ഥയുടെ ഒരു നേർക്കാഴ്ചയാണ് ചിത്രം. അടിച്ചമർത്തപ്പെട്ടവൻ്റെ ഒരു ശബ്ദം കൂടിയാണ്. കാര്യം പല രംഗങ്ങളും ഇദ്ദേഹത്തിന് പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിലായി പോകുന്നു. ആ ദുഃഖങ്ങൾ ഉള്ളിൽ കടിച്ചമർത്തേണ്ടി വരുന്നവർ, അത് ഫാമിലി പ്രശ്നങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൽ നേരിടേണ്ടി വരുന്നതുകൊണ്ട് ഭയങ്കര യാതനകൾ. അപ്പോൾ അത്രമാത്രം തീവ്രതയുള്ളൊരു കഥാപാത്രമാണ് ഇതിനെ ഏൽപ്പിച്ചത്. ഞാൻ ഡയറക്ടറോട് ചോദിച്ചു, ഈ ഒരു കഥാപാത്രം ഞാൻ ചെയ്യുമെന്ന് സിദ്ദീഖ് പറവൂർ എന്ന സംവിധായകന് അല്ലെങ്കിൽ ഷാജു വാൽപ്പൻ നിർമ്മാതാവിന് ഇതുണ്ടായിരുന്നു, കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. കാര്യം സിദ്ദീഖ് ഇതിനു മുമ്പ് മനോരമ സെലക്ഷൻ കിട്ടിയ താഹ്റ പോലുള്ള പടം ചെയ്ത അദ്ദേഹം ഈ ഒരു പടത്തിലേക്ക് വന്നപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഫെസ്റ്റിവൽ മൂവിയാണ്, കൊമേഴ്സ്യലല്ല, എന്നൊരു കൊമേഴ്സ്യലായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം അവർക്ക് 100% അത് ഓക്കെയായി ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടേതായ രീതിയിലൊരു മാനദർശങ്ങളും ഒരു ഇംപ്രവൈസേഷനൊക്കെ ചെയ്ത് ക്യാരക്ടറിനെ മികവ് കൂട്ടാൻ പറ്റുമല്ലോ. ആ രീതിയിൽ കഴിഞ്ഞ പരമാവധി ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു PRO എന്ന നിലയിൽ നമുക്ക് ഷെജിൻ ചേട്ടനെ അറിയാം. 10-18 വർഷമായിട്ട് PRO രംഗത്തുണ്ട്, മാധ്യമ പ്രവർത്തകനായിരുന്നു. എങ്ങനെയാണ് ഒരു നടനിലേക്ക് ആദ്യം മുതൽ തന്നെ ഇഷ്ടമായിരുന്നു, നടനാവണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ചെറുപ്പം മുതൽ? ഞാനൊരു ആസ് എ ഫിലിം ജേർണലിസ്റ്റ് ആയിരുന്നു. PRO പ്രൊഫഷനിലേക്ക് വന്നു, എഴുത്തായിരുന്നു. പിന്നെ അതിനു മുമ്പ് ആങ്കറിങ് ചെയ്യുമായിരുന്നു. ദൂരദർശൻ, ഏഷ്യാനെറ്റ് തുടങ്ങിയ ചാനലൊക്കെ ഒരുപാട് ആങ്കറിങ് പ്രോഗ്രാം ചെയ്തു. കേരള വിഷനിലെ പ്രോഗ്രാം ചീഫ് സീനിയർ പ്രോഗ്രാം പ്രൊഡ്യൂസറായിരുന്നു. പക്ഷേ ഇതിനൊക്കെ സിനിമ ഒരു അഭിനിവേശം നടൻ ഉള്ളിലുണ്ട്. അത് ഈ പറയാൻ കാരണം ഡയറക്ടർ പലരെങ്കിലും ചോദിച്ചു, ഈ കലാകാരനെ എവിടെ ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു എന്ന് ചോദിച്ചു. അതൊക്കെ ഭയങ്കര ഒരു അദ്ദേഹത്തിന് അതെ എന്താ പറയുക, അത് ചെയ്യാൻ പറ്റി എന്നുള്ളത്. പക്ഷെ ഞാൻ നിങ്ങൾ അറിഞ്ഞോല്ലോ, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ കുറേ പടത്തിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ ഇടയ്ക്കും എൻ്റെ ചെറുപ്പകാലം പോലെ ചെയ്യുമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞു, താരബാഹുല്യമുള്ള പടത്തിൽ ചെയ്താലേ ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ. ചെറിയ ബാനറുകളിൽ നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആരും അറിഞ്ഞില്ല. ഒരു 10-15ഓളം ചിത്രങ്ങൾ കഴിഞ്ഞ ശേഷം ഈ 16ാമത്തെ ചിത്രം നായകനായിട്ട് വിളിച്ചപ്പോൾ അത് എങ്ങനെയാവുമെന്ന് ഡയറക്ടറിൻ്റെ ആ ഒരു ഫിഗർ കണ്ടപ്പോൾ ചെയ്യണമെന്ന് തോന്നി. ക്യാരക്ടർ അങ്ങനെ ഏൽപ്പിച്ചത്. അങ്ങനെയൊക്കെ വന്നതാണ്. PROയിൽ നിന്നൊരു ട്രാൻസ്ഫോർമേഷനായി
സ്റ്റിൽ എൻജോയ് ചെയ്തു ആ ക്യാരക്ടർ. ഒരു 15 സിനിമകൾ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അത് വലിയൊരു നമ്മൾ നല്ല കഥാപാത്രങ്ങൾ ചെയ്താലും ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്ന ഒരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടോ? തീർച്ചയായും അത് ചിലത് റിലീസിങ് തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ചെറിയ പടങ്ങളുടെ അവസ്ഥയില്ല, 10 പേരുണ്ടെങ്കിൽ പടം കളിക്കുകയുള്ളൂ, അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. പല പടം വലിയ താരങ്ങളില്ലാത്ത പടങ്ങൾ, ബാൻഡുകൾ പുതിയതായിരിക്കും, ഡയറക്ടർ പുതിയതായിരിക്കും, ആർട്ടിസ്റ്റ് പുതിയതായിരിക്കും, പക്ഷെ നമ്മുടെ എഫേർട്ട് ചെറുതായാലും വലുതായാലും എല്ലാം ഒന്നായിരിക്കും. ഇപ്പോൾ ഈ ചിത്രം സമാന്തര ചിത്രം, കൊമേഴ്സ്യൽ ചിത്രം, അങ്ങനെ തരംതിരിവില്ലാതെ നമ്മൾ അഭിനയിക്കുന്നതാണ്. പക്ഷേ ഏത് രീതിയിൽ റീച്ച് ചെയ്യപ്പെടുമെന്ന് നമുക്കറിയില്ല അങ്ങനെ ആ രീതിയിൽ. പക്ഷേ എന്തായാലും അവാർഡും കാര്യങ്ങളും ഇത് ലഭിക്കുമെന്നാണ് ഇതിൻ്റെ ഒരു, അതായത് വേറൊന്നുമല്ല, പെർഫോമൻസിൻ്റെ അല്ല, ആ ഒരു സ്ക്രിപ്റ്റിലും ആ ഒരു ഡയറക്ഷനിലും ഒക്കെ എങ്ങനെയെങ്കിലും ഇത് എവിടെയെങ്കിലും അംഗീകരിക്കപ്പെടുമെന്നാണ്. അത്ര ഒരു ഡെപ്തുള്ള കഥയാണിത്. ദളിത് സമൂഹം എന്ന് പറയുന്നത് നമ്മൾ പറയാം എത്രയൊക്കെ ജാതി ഇല്ല എന്ന് പറയെങ്കിലും ജാതിയുടെ നിഴൽ രൂപങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഓരോരാളുടെ രൂപത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും ജാതി നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഓരോ ആൾക്കാർക്കും ഈ സിനിമ കാണുന്നവർക്ക് എന്താ പറയുക ഒരു തിരിച്ചടി ആയിരിക്കില്ല. അങ്ങനെയല്ല, ഇങ്ങനെ ജാതി ഇങ്ങനെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് അതെ, സമൂഹം എത്ര എന്താ മോഡേൺ ആയാലും, എത്ര എന്താ പറയുക ഹൈഫൈയിൽ ജീവിച്ചാലും, ഈ ഒരു താഴേക്കുള്ള തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഈ ജാതി സവർണർ ആ ഒരു വിഭാഗ കാറ്റഗറി ഇപ്പോഴും ഉണ്ടെന്നാണ് തന്നെ വിശ്വാസം. എല്ലാ മേഖലയിലും, അത് ഏത് കാസ്റ്റ് ആയിക്കോട്ടെ, ഇന്ന കാസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞ മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു, അതിലൊക്കെ ഉണ്ടാകാം. കാര്യമെന്ന് വെച്ചാൽ അത് പല രീതിയിലും നമ്മൾ അവർ അടിച്ചമർത്തപ്പെട്ടൊരു വർഗമായിട്ട് തിരസ്കരിക്കപ്പെടുന്നു. അവർ എത്ര കഴിവുള്ളവനായാലും അവനെ ഒതുക്കാൻ ശ്രമിക്കുന്ന ഒരു സംഭവം. ആ ഒരു പല സ്ഥലത്തും അവർക്ക് കോട്ടകൾ പോലുണ്ട്, പക്ഷെ പലതും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ള അത് ഈ ദളിത് വിഭാഗത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ കഥയിലേക്ക് പോയപ്പോഴാണ് എനിക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത് വലിയൊരു സന്തോഷമായിട്ട്. സാമൂഹിക പ്രതിബദ്ധതയുള്ള ആനുകാലിക പ്രസക്തികളുടെ വളരെ ചർച്ച ചെയ്യുന്നൊരു കോൺട്രാവേഴ്ഷണലായ സബ്ജക്റ്റാണിത്. സതീശൻ്റെ ജീവിതം, നിഴൽ വ്യാപാരികളുടെ ആ ടൈറ്റിൽ തന്നെ കറക്റ്റാണ്, നിഴൽ വ്യാപാരികൾ. അതെ, വെളിച്ചത്തവർ വരുന്നില്ല. എന്തുകൊണ്ടാണ് വരാത്തെ? അവരെ വെളിച്ചത്തിൽ കൊണ്ടുവരില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ചിത്രം. പക്ഷേ ഇത്തരം ചിത്രങ്ങൾ ഇറങ്ങണം, പ്രേക്ഷകർ കാണണം, ഒരുപാട് മേളകൾ മത്സരിക്കാൻ എത്തണം, ജനങ്ങൾ അറിയണം എന്താണെന്നുള്ളത്. ഈ മേനോൻ നായർ ഇതൊക്കെ എടുത്തു കളയേണ്ട സമയം കഴിഞ്ഞല്ലേ? പേരിന്റെ കൂടെ പലരും ഇപ്പം മാറ്റുന്നുണ്ട്. അല്ല, അത് ഞാൻ അതിനെക്കുറിച്ചൊന്നും വിവാദത്തിലേക്ക് കിടക്കുന്നില്ല. മേനോൻ നായർ, അതുപോലെ വാര്യർ, ഇപ്പം മുസ്ലിം സമുദായത്തിനും ക്രിസ്ത്യൻ സമുദായത്തിനും ഹിന്ദു ആയാലും അവരുടെ വീട്ടുപേരോ അവരുടെ ജാതിപ്പേരോ ഉണ്ട്. അതൊന്നും നമുക്ക് ആരുമായിട്ടും പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ എപ്പോഴും ഈ കീഴ്ജാതിക്കാരുടെ ഒരു അവഗണനയുണ്ടല്ലോ, അത് ഇതിലൂടെ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റുള്ള വിഷയങ്ങളൊക്കെ ഇപ്പം നമുക്കായിട്ട് മേനോനായിട്ട് ജനിക്കപ്പെട്ട ആൾ മേനോൻ തന്നെയാണ്, വാര്യറായിട്ട് ജനിക്കപ്പെട്ടവൾ അവർ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ആൾക്കാരും ഉണ്ടല്ലോ. കോൺട്രവേഴ്സി ആവുന്ന ഒരു സബ്ജക്റ്റ് എനിക്ക് കോൺട്രവേഴ്ഷ്യൽ ആവും എന്നാണ് വിശ്വാസം. അത് അങ്ങനെ ഒരു സബ്ജക്റ്റാണ്. ഇപ്പൊ രണ്ടും PRO ആയിട്ടും അതുപോലെ തന്നെ മലയാള സിനിമയിൽ നല്ല നല്ല വേഷങ്ങൾ കിട്ടട്ടെ. ഏതിലാണ് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നത്? ആസ് എ ഫിലിം ജേർണലിസ്റ്റ് എന്ന PRO തന്നെയാണ് നമ്മുടെ പ്രൊഫഷനാണ്, ജോലി. അത് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ വരുന്ന ക്യാരക്ടേഴ്സ്, ഇപ്പോൾ ഈ നായക വേഷത്തിന് വിളിക്കുമോ എന്ന് ഞാൻ പ്രസ് മീറ്റിൽ പറഞ്ഞ പോലെ എനിക്കറിയില്ല. അതിൻ്റെ ഒരു ഏജ് കാറ്റഗറി ഉണ്ട്. അതല്ല, എന്നിൽ ഏൽപ്പിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറക്ടേഴ്സും തോന്നുന്നില്ല ഇന്ന ക്യാരക്ടർ ഇദ്ദേഹത്തെ കൊടുത്താൽ അങ്ങനെ തോന്നുന്ന ക്യാരക്ടർ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിനകത്ത് ഹോംവർക്ക് ചെയ്ത് മാക്സിമം എഫേർട്ട് ചെയ്ത് ഞാൻ അഭിനയിക്കും അതിനകത്ത്. പിന്നെ PRO വർക്ക് ആസ് എ കണ്ടിന്യൂസ് പ്രൊഫഷനായിട്ട് അങ്ങ് പോകും. അതിൻ്റെ കൂടെ ഇപ്പം ഏതൊരു കലാകാരനും അഭിനയിക്കാൻ കിട്ടിയ ചാൻസ് നന്നായിട്ട് പെർഫോം ചെയ്യണം എല്ലാവർക്കും. പക്ഷേ അഭിനയം അറിഞ്ഞിരിക്കണമെന്നില്ല അവർ, പക്ഷേ അതുകൊണ്ടായിരിക്കും മാറി നിൽക്കുന്നത്. അപ്പം ഒരു കഴിവ് ഒരാൾക്ക് കൊടുത്താൽ അത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന്, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ പോകാൻ പറ്റുമെന്നാണ് എൻ്റെ വിഷയം. നമ്മുടെ കരിയർ നമുക്ക് അറിയില്ലല്ലോ. ഇപ്പം ആസ് എ ആർട്ടിസ്റ്റ് ആയിട്ടാണോ ജേർണലിസ്റ്റ് ആയിട്ടാണോ നിൽക്കാനാണോ എങ്ങനെയാണോ, ഏതിലായാലും സിനിമയുടെ ലൈം ലൈറ്റിൽ നിൽക്കുക അത് വലിയ കാര്യം തന്നെയാണ്. നമുക്കും ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ഇടയിലുള്ള ഒരു ഏറ്റവും സൗമ്യനായിട്ടുള്ള ഒരു PRO ഇങ്ങനെ വരുന്നതിൽ. തീർച്ചയായും അതിപ്പം പലരും നമ്മളെ PRO അവരെ എൻ്റെ മീഡിയ സുഹൃത്തുക്കളെ അനുജന്മാരായിട്ട് സുഹൃത്തുക്കളായിട്ട് തന്നെ അവർ പറഞ്ഞ പോലെ തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ. അവരെ മാറ്റി നിർത്തിയിട്ടില്ല. കാര്യം എനിക്കുള്ള പ്രിവിലേജ് അവർക്കും കൊടുക്കണമെന്ന് ഞാൻ എല്ലാ പ്രൊഡ്യൂസേഴ്സിനും ഡയറക്ടറോട് പറയാറുണ്ട്. കാര്യം എന്തൊരു കാര്യം മീഡിയ ഉണ്ടെങ്കിലേ ഏതൊരു കാര്യവും എത്തുകയുള്ളല്ലോ. നമ്മൾ എന്തെല്ലാം വലിയ ഹൈഫൈ കൊമേഴ്സ്യൽ പടം ചെയ്താലും, ബിഗ് ബജറ്റ് മൂവി ചെയ്താലും, ചെറിയ മൂവി ചെയ്താലും മീഡിയ അത് ഇല്ലെങ്കിൽ ആരും അതറിയില്ല ഉള്ളിൽ. അതെത്തി പടം ഇൻകേസ് തിയേറ്ററിൽ വന്ന് ഹിറ്റ് ആവുമായിരിക്കും. അതിന് മുമ്പ് ഒരു മുൻവിധി തരുന്ന മീഡിയക്കാരാണ്. അത് ചാനലാകട്ടെ, ഓൺലൈൻ മീഡിയ ആകട്ടെ, യൂട്യൂബേഴ്സാകട്ടെ, പത്രം ആയിക്കോട്ടെ, അവരില്ലാതെ നമുക്കൊന്നുമില്ല. ഇന്നും നമ്മുടെ ലോകം അതാണ്. ഓക്കെ, എന്തായാലും മറുനാടൻ മലയാളിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു. ഓക്കെ, എല്ലാ മറുനാടൻ മലയാളി വ്യൂവേഴ്സിനും വിജയം നിറഞ്ഞ ഓണാശംസകൾ, സന്തോഷകരമായ ഓണാശംസകൾ നേരുന്നു.